ഇന്നുണ്ടല്ലോ ഒരു ബീഫ് കറിയുടെ കഥ പറയാം. ഇതിന് കഥ എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പണ്ട് ബീഫ് തീരെ കഴിക്കില്ലായിരുന്നു, പക്ഷേ അതിൻ്റെ ഗ്രേവി കഴിക്കുമായിരുന്നു കേട്ടോ. വീട്ടിലെല്ലാവരും ബീഫ് കഴിക്കുമ്പോൾ ഞാൻ മാത്രം ബീഫിൻ്റെ കഷ്ണങ്ങളൊന്നും തൊടാണ്ട് അതിൻ്റെ ഗ്രേവി മാത്രം കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കും. അങ്ങനെ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് നിർബന്ധിച്ചിട്ടാട്ടോ ഞാൻ ബീഫിൻ്റെ പീസസ് ആദ്യമായിട്ട് കഴിച്ചു തുടങ്ങിയത്. അപ്പോൾ ബീഫിൻ്റെ ഗ്രേവി കഴിക്കായിരുന്നുകൊണ്ട് തന്നെ ഏകദേശം ഒരു ടേസ്റ്റൊക്കെ എനിക്ക് അറിയായിരുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ ബീഫ് കറിയും ബീഫ് ഫ്രൈയും ഒക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഇന്നിപ്പോൾ ചിക്കനേക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മീറ്റ് ബീഫ് തന്നെയാണ്. ഇപ്പൊക്കെ ബീഫ് ഉണ്ടാക്കുമ്പോഴും കഴിക്കുമ്പോഴും ഒക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, പണ്ടെന്താ ഞാനിങ്ങനെ ബീഫിൻ്റെ പീസസ് കഴിക്കാതിരുന്നതെന്നുള്ളത്. എത്ര ആലോചിച്ചിട്ടും എനിക്കതിനൊരു ആൻസർ ഇതുവരെ കിട്ടിയിട്ടില്ല. സത്യം പറഞ്ഞാൽ അതിനൊരു റീസണൊന്നും ഇല്ല കേട്ടോ, വെറുതെ അങ്ങോട്ട് കഴിക്കാണ്ടിരുന്നു, അത്ര തന്നെ. അതിൽ തന്നെ ഏറ്റവും ഇഷ്ടം നമ്മുടെ നാടൻ ബീഫ് കറിയും തേങ്ങക്കൊത്തൊക്കെ ഇട്ട് വഴറ്റിയ ആ ഒരു ബീഫ് ഫ്രൈ ഒക്കെ ഇല്ലേ, അതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആട്ടോ. അപ്പോൾ ഇവിടെ എപ്പോൾ ബീഫ് വാങ്ങിച്ചാലും ഒന്നെങ്കിൽ ഞാനത് കറിയാക്കും, ഇല്ലെങ്കിൽ അത് ഫ്രൈ ആക്കും. വേറെ ഒരു റെസിപ്പിയും ചെയ്യാൻ വേണ്ടി നിൽക്കാറില്ല. ഇന്നിപ്പോൾ ഒരു ബീഫ് കറിയാണേ ചെയ്യണത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുക്കറിലേക്ക് ബീഫ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് കുഞ്ഞുള്ളി എല്ലാം കൂടി ചതച്ചതിന് ശേഷം ഇട്ട് കൊടുക്കും. പിന്നെ അതിലേക്ക് വേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. കൂടെ കുറച്ച് ഗരം മസാലയും. അതിനുശേഷം വെള്ളം വളരെ കുറച്ച് ഒഴിച്ചതിന് ശേഷം കുക്കറിൽ വെച്ചിട്ട് ബീഫ് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കും. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് നമ്മുടെ വേപ്പിലയും പച്ചമുളകും ഉള്ളിയും തക്കാളിയും എല്ലാം വഴറ്റിയതിന് ശേഷം ഈ ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കും. ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റുന്ന സമയത്തില്ലേ ഞാനിതിലേക്ക് വേറെ മസാല ഒന്നും ചേർത്ത് കൊടുക്കില്ല. ബീഫിൽ നേരത്തെ ചേർത്തിട്ടുള്ള മസാലകൾ മാത്രമാണ്. കറിയൊക്കെ ഒന്ന് തിളച്ച് കുറുകി വരുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് പെരുംജീരകത്തിൻ്റെ പൊടിയും പിന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കും. തീ ഓഫ് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് കുറച്ച് മല്ലിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ എൻ്റെ സിമ്പിളായിട്ടുള്ള ബീഫ് കറി കേട്ടോ. ഇന്ന് ഉച്ചയ്ക്ക് നെയ്ച്ചോറും ബീഫ് കറിയാണ് ലഞ്ചിന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ശരി, ഇനി പുതിയൊരു വീഡിയോയിൽ കണ്ടാലോ.